ഹലോ മൈ ഡിയേഴ്സ്. അപ്പോൾ പലർക്കും അറിയുന്ന കാര്യമായിരിക്കും ട്രിപ്പിൾ 8 ലയൺസ് ഗേറ്റ് പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നാളെ, അതായത് ഓഗസ്റ്റ് 8 എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പീക്ക് ഡേ ആണ്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും തീവ്രമായിട്ടുള്ള ആ ഒരു ആഗ്രഹം സാധിച്ചെടുക്കാനായിട്ട് നമുക്ക് നാളത്തെ ഒരു ദിവസം ഉപയോഗിക്കാം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പലരും പല രീതിയിൽ ചെയ്യാറുള്ളതാണ്. നമ്മളുടെ നെഗറ്റിവിറ്റി റിലീസ് ചെയ്യാനും നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് വിഷ്വലൈസേഷൻ, മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്തു പോരുന്നതാണ്. അപ്പോൾ നമുക്ക് ബേ ലീഫ് വെച്ചിട്ടുള്ള ഒരു ടെക്നിക്ക് നോക്കാം. അപ്പോൾ ബേ ലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴന ഇലയാണ്. നമ്മൾ ബിരിയാണിയിലെല്ലാം യൂസ് ചെയ്യാറുണ്ട് പലരും ഈ ഒരു ഇല. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഇലയിൽ നമ്മളൊരു ബ്ലൂ ഇങ്ക് യൂസ് ചെയ്താണ് എഴുതേണ്ടത്. അപ്പോൾ എഴുതേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം എന്താണോ അതാണ് അവിടെ എഴുതേണ്ടത്. ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഓൾറെഡി നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ വേണം എഴുതാനായിട്ട്. അപ്പോൾ ഇവിടെ അതുപോലെ എഴുതി വെച്ചിട്ടുള്ള ഒരു ഇല എടുത്ത് കാണിച്ചു തരാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കീറലോ അല്ലെങ്കിൽ അറ്റമൊക്കെ ഒടിഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള ഇല യൂസ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇല എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് എൻ്റെ സ്വപ്നഭവനത്തിന് നന്ദി എന്നുള്ളതാണ്. അതിനുശേഷം ഈ ഒരു ട്രിപ്ലേറ്റും ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. നമ്മൾ യൂണിവേഴ്സിനോട് അതിനോടുള്ള നന്ദി പറഞ്ഞ് എഴുതുന്നു എന്നുള്ള രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഇതൊരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ, ആഗ്രഹിക്കുന്ന വ്യക്തിയായിട്ടുള്ള മാരേജ് ആണെന്നുണ്ടെങ്കിൽ ഇന്ന വ്യക്തിയുമായുള്ള എൻ്റെ വിവാഹം നടന്നതിന് നന്ദി എന്നുള്ള രീതിയിൽ എഴുതുക. അല്ലെങ്കിൽ ഭവനമാണെന്നുണ്ടെങ്കിൽ അതുപോലെ, കരിയർ ആണെങ്കിൽ അതുപോലെ, ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എഴുതാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇത് എഴുതാനായിട്ട് നാളെ ഇപ്പോൾ ഓഗസ്റ്റ് 8 ആണ്. അപ്പോൾ രാവിലെ 8:08 ഇനിയിപ്പോൾ അപ്പോൾ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സന്ധ്യക്ക് 8:08 അതായത് 8:08 PM ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുക. സാവകാശം ഇത് എന്താണോ ആഗ്രഹിച്ചത് അത് എഴുതുക. അതിനുശേഷം മനസ്സിലതൊന്ന് വിഷ്വലൈസ് ചെയ്യുക. എഴുതി കഴിഞ്ഞ ശേഷം ഇത് കത്തിച്ച് കളയുക. അപ്പോൾ ഇതുപോലെ തീർത്തും കംപ്ലീറ്റ് ആയിട്ട് കത്തിച്ച് കളയാം. ഇതിപ്പോൾ കുറച്ചുകൂടി കത്താൻ ബാക്കിയുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് കത്തിയ ശേഷം ഈ ഒരു ചാരം ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മണ്ണിലിടാം, അല്ലാന്നുണ്ടെങ്കിൽ ആകാശത്തിലേക്ക് പറത്തിക്കളയാം. അപ്പോൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് വളരെ വിശ്വാസത്തോടു കൂടി മാത്രം ചെയ്യുക. ഈ ഒരു അറിവ് നിങ്ങളിലേക്ക് എത്തിച്ചതിന് യൂണിവേഴ്സിനോട് നന്ദി അറിയിക്കുക.